BJP എവിടെ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പിരിച്ചതായിട്ട് ആർക്കും പറയാനില്ലല്ലോ. ഒരാളോടും പിരിച്ചതായിട്ട് അത് മുക്കിയെന്നും നക്കിയെന്നും ഒരുത്തനും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ആക്ഷേപം BJPയെ സംബന്ധിച്ചില്ല. കേന്ദ്ര സർക്കാർ ആവശ്യത്തിലധികം പണം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ കണക്കുകൾ വളരെ സുതാര്യമായിട്ട് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള സാസ്കി ഫണ്ടിൽ നിന്നാണ് ഈ റീഹാബിലിറ്റേഷൻ നടക്കുന്നത്. അല്ലാണ്ട് മറ്റേ പൈസ പിന്നെയും തൊട്ടിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ 111 കോടി രൂപ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ആ റീഹാബിലിറ്റേഷന് വേണ്ടി മാത്രമുള്ള 111 കോടി രൂപയുണ്ട്. ആ 87 കോടി കൂടി എടുക്കുമ്പോൾ 198 കോടി രൂപ ഇവർക്ക് ഇവിടെ ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ളത്. ഇത് തന്നെ മതി. ഇവരുടെ ഈ കയ്യിലുള്ള പണം അവർ അനക്കണ്ട. ചൂരൽമല മുണ്ടക്കയിൽ ദുരന്തം നടന്നിട്ട് ഏതാണ്ട് ഒരു വർഷം ഇപ്പം പിന്നിട്ടിരിക്കുകയാണ്. ഇന്നലെ മന്ത്രിമാരെല്ലാം വരികയും അനുശോചനം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു, പ്രസ്താവനകളൊക്കെ ഇറക്കി. പക്ഷേ ഇത്രയും നാളായിട്ട് ഒരു മാതൃകാ വീട് മാത്രമാണ് ഈ ദുരന്തബാധിതർക്ക് ഇപ്പോൾ അവർ നിർമ്മിച്ചിരിക്കുന്നത്. അത് തന്നെ ആക്ഷേപങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. 30 ലക്ഷം രൂപ ആണ് ചിലവ് പറയുന്നത്. 700 കോടി രൂപയോളം ദുരിതാശ്വാസ നിധിയിലുണ്ട്. ഒരുപാട് ആയിരക്കണക്കിന് വീടുകൾ വാഗ്ദാനം വന്നു. എന്താണ് ഈ ജനങ്ങൾ ഇന്നലെ അവിടെ പോയപ്പോഴും ഒരുപാട് പേരെ മാറ്റി ദുരിതം അനുഭവിക്കുന്നവരെയാണ് കാണുന്നത്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് നിലയിൽ വയനാടിനെ പ്രതിനിധീകരിക്കുന്നത് എന്താണ് അങ്ങയുടെ ഈ ഒരു വീഴ്ചയെക്കുറിച്ച് പറയാനുള്ളത്? അങ്ങയുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. മാതൃകാ വീട് എന്ന് പറയുന്നത് ഇന്നലെ കുറച്ച് മീഡിയാസ് വരും, ഇവിടെ സാധാരണക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ വരും, പൊതുജനങ്ങൾ ശ്രദ്ധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കി. കാരണം മിനിഞ്ഞാന്ന് ഞാൻ അവിടെ പോയിരുന്നു, 4 ദിവസം മുൻപേ അവിടെ പോയിരുന്നു. 4 ദിവസം മുൻപ് ആ ഒരു വീട് ഒരു 5 ദിവസം കഴിഞ്ഞാൽ ഇതുപോലെ ആകാൻ വേണ്ടിയിട്ടുള്ളൊരു തത്രപ്പാടിലുള്ള ഒരു പദ്ധതിയും പരിപാടിയും നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു 4 ആൾ ആ വീടിന് ചുറ്റുമുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് അന്ന്. പക്ഷേ മിനിഞ്ഞാന്ന് ഞങ്ങൾ അവിടെ പോയപ്പോൾ, അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ഞങ്ങളവിടെ പോയപ്പോൾ ഒരു 29 ആളുകൾ, 3 JCB, ഒരു വീടിന് ചുറ്റും 29 ആളുകളും 3 JCB നിന്ന് വട്ടം കറങ്ങുന്നു. ഒരാൾ കല്ലെടുത്ത് വെക്കുന്നു, ഒരാൾ അത് മാറ്റുന്നു, ഒരാൾ ചളി മാറ്റുന്നു. ഇങ്ങനെ ഒരുപാട് പണികൾ ഒരുമിച്ചെടുക്കുകയാണ്. അതായത് ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. ഒരു വീട് ഒന്ന് നിർമ്മിച്ച് കാണിച്ചു കൊടുക്കാനാണ് ഈ തത്രപ്പാട് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും വേണ്ട. നമുക്കിതറിയാം. പുനരധിവാസത്തിൽ വീട് മാത്രമൊന്നുമല്ല കാര്യം. വീടിന് സ്വാഭാവികമായിട്ടും ചില പ്രയാസങ്ങൾ, തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവർ ഏറ്റെടുത്തിട്ടുള്ള എസ്റ്റേറ്റിൽ കുറേ പ്രയാസങ്ങൾ, കോടതിയിൽ വ്യവഹാരങ്ങൾ, അതൊക്കെയുണ്ട്. ഇവിടെ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ പുനരധിവാസം എന്ന് പറഞ്ഞാൽ വീട് വെച്ച് കൊടുക്കുക മാത്രമല്ല, അതൊരു 30 ലക്ഷം രൂപേൻ്റെ വീട് ഊരാളുങ്കലിന് കൊടുത്ത് അതിൻ്റെ രാഷ്ട്രീയ ആരോപണങ്ങളിലൊക്കെ പോയാൽ ഒരുപാട് പറയാനുണ്ട്. കാരണം ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. സാധാരണക്കാരൻ 15 ലക്ഷം രൂപയ്ക്കുണ്ടാകുന്ന ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള വീടുകളുടെ ചിത്രം ഇന്ന് പ്രചരിപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു ഷാജിമോൻ എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്ടർ ഇപ്പോൾ ഒരു വീട് നിർമ്മിച്ചു നൽകി 1 മാസമായി. അപ്പോൾ ആ വീട്ടിൽ ഞാനിന്ന് പോയിരുന്നു, അവിടെ കണ്ടിരുന്നു. ആ വീടും കണ്ടു, ഈ 2 വീടും കണ്ടപ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റും അദ്ദേഹത്തിൻ്റെ വീടുകളിൽ നിന്ന് വൈറലായി മാറിക്കഴിഞ്ഞു. കാരണം അത്രമാത്രം വ്യത്യാസമാണ് ഇത് രണ്ടും തമ്മിലുള്ളത്. ഇവിടെ ഒരു സാധാരണ മനുഷ്യൻ പണിതിട്ടുള്ള ഒരു 15 ലക്ഷം രൂപയ്ക്ക് പണിതിട്ടുള്ള മനോഹരമായിട്ടുള്ള വീട് 30 ലക്ഷം രൂപയ്ക്ക് ഇവർ പണിയുമെന്ന് പറയാൻ പോകുന്ന സാധനമാണിത്. അപ്പോൾ പകുതിയിലധികം അഴിമതി ഉണ്ടാക്കുക. ഈ അഴിമതി ആർക്കാണ്? സർക്കാർ സംവിധാനത്തിലുള്ള ഒരു സൊസൈറ്റിക്ക് വേണ്ടി അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കോപ്പ് കൂട്ടുന്നൊരു സംവിധാനം മാത്രമായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. ഒരിക്കലും ഇത് പൊതുജനത്തിന് ഉപകാരമുള്ള ഒരു സാധനമല്ല. അതൊരു വസ്തുതയാണ്, ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഇനി നമ്മളുടെ പുനരധിവാസം, ഇപ്പോൾ 772 കോടി രൂപ സംസ്ഥാന സർക്കാരിന് ജനങ്ങൾ പിരിച്ചു കൊടുത്ത പൈസയുണ്ട്. ജനങ്ങൾ എന്തിനാണ് പിരിച്ചു കൊടുത്തത്? അതിൻ്റെ ഒരു അത്യാവശ്യം കോമൺ സെൻസെങ്കിലും വേണ്ടി. അവനവൻ്റെ കയ്യിലുള്ള പൈസ, അവനവൻ്റെ കയ്യിലുള്ള പണം 772 കോടി രൂപയായി നാണയത്തൊട്ടുകൾ വെച്ച് 772 കോടി രൂപയാക്കി സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു വർഷമായി 772 കോടി രൂപ പണമായിട്ടും വസ്തു വേണമെങ്കിൽ വസ്തുവായിട്ടും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഭക്ഷ്യസാധനങ്ങൾ കൊടുത്ത് ചൂല്, അതുപോലെ തന്നെ കിടക്ക, കട്ടിൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സകല സാധനങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾ കൊടുത്തതാണ്. സർക്കാർ സംവിധാനത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴും യഥാർത്ഥത്തിൽ കിട്ടേണ്ടവന് യഥാർത്ഥത്തിൽ എന്താണ്, അതായത് ഈ പണം മറ്റും സംവിധാനങ്ങൾ മുഴുവൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം അല്ലാതെ കഴിഞ്ഞ 1 കൊല്ലമായിട്ട് ഒന്നും
ഒന്നും ഈ സാധാരണക്കാരായിട്ടുള്ള ഈ പട്ടിണി പാവങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവർ ശരിയാണ് 4 ചുമരുകളുള്ള കൂരയ്ക്ക് വേണ്ടി മാത്രമല്ല അവർ കാത്തിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് വിദ്യാഭ്യാസമുണ്ട്, തങ്ങളുടെ കുടുംബത്തിലെ വിദ്യാഭ്യാസമുണ്ട്, ചികിത്സയുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊന്നും ആരും പരിഗണിക്കുന്നേയില്ല, ആരും ചോദിക്കുന്നേയില്ല. ഇവർ പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവർ സർക്കാർ സ്കൂളുകളുണ്ടല്ലോ, സർക്കാർ സ്കൂളുകളുടെ കാര്യമാണോ? ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്ര പണം ചെലവഴിക്കണം, സാധാരണക്കാരൻ എത്ര പണം ചെലവഴിക്കണം, അവൻ എന്തൊക്കെ മറ്റു മാർഗ്ഗങ്ങൾ തേടണം വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഉന്നത തൊഴിലിന് വേണ്ടി എന്തൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം. ഒരു തൊഴിലില്ലാതെ ആളുകൾ അലയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഒരു കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ 50ഓളം തൊഴിലാളികൾ 5 ദിവസം കൊണ്ടാണ് ഇതിപ്പോൾ പണി പൂർത്തീകരിച്ച് മാതൃകാ വീടുണ്ടാക്കി ഒരു ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ മുമ്പിൽ നിന്ന് സെൽഫി എടുത്തപ്പോൾ ഞാൻ ഇന്നലെ അതാണ് എൻ്റെ വീഡിയോയിലുള്ള ആ സാധനവും ഇതും തമ്മിൽ ഞാൻ താരതമ്യം ചെയ്തു നോക്കുകയാണ്. അതിൻ്റെ താഴെ കുറച്ച് ഇഷ്ടിക വിരിച്ചിട്ടുണ്ട്. ആ ഇഷ്ടിക വിരിച്ചവിടത്ത് മിനിഞ്ഞാന്ന് 4:30 ഞങ്ങൾ അവിടെ പോകുമ്പോൾ ചെളിക്കുളമായിരുന്നു. അത് ആ രാത്രി ആ JCB വെച്ച് ആ ചെളി മുഴുവൻ മാറ്റി ആ മന്ത്രി ഇങ്ങോട്ട് വരുമ്പോൾ അവിടെയൊക്കെ വിരിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഏത് നിമിഷവും. അപ്പോൾ ഇതാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നതെങ്കിൽ, ഇതാണ് നിങ്ങളുടെ മാതൃകയെങ്കിൽ ഉടനെ തന്നെ അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും എന്നുള്ള കാര്യം. എന്തായാലും ഒരു 400 വീടുകളാണ് ഇനി വേണ്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു BJPയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങളുടെ പാർട്ടി അത്തരത്തിൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിന് വേണ്ടുന്ന നടപടികൾ എടുക്കുമോ? അതിനുവേണ്ടി ശക്തമായ പ്രക്ഷോഭങ്ങൾ ഏത് രീതിയിലായാലും ഇത് ജനങ്ങൾക്കാണ് ആവശ്യം. അപ്പോൾ ജനങ്ങൾ ഇടപെട്ടെങ്കിൽ മാത്രമേ അതിനൊരു അവർക്കൊരു കരുതൽ വരുത്തുള്ളൂ. ഈ BJPയുടെ ഇടപെടൽ എല്ലാ കാര്യത്തിലും ഉണ്ടാകും. അതാ ഞാൻ പറഞ്ഞത്. മിനിഞ്ഞാന്ന് ഞങ്ങൾ പോയിരുന്നു, 4 ദിവസം മുൻപ് പോയിരുന്നു. ഞങ്ങൾ എന്തിനാണ് പോകുന്നത്? ഇവർ ചോദിക്കുന്നത് BJPയുടെ ഒരു ഫണ്ടും കിട്ടിയിട്ടില്ലല്ലോ, കേന്ദ്രത്തിൻ്റെ ഒരു ഫണ്ടും കിട്ടിയിട്ടില്ലല്ലോ. ലീഗ മാത്രമല്ല, പിരിക്കുകയും ചെയ്തിട്ടുണ്ട്. BJP എവിടെ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പിരിച്ചതായിട്ട് ആർക്കും പറയാനില്ലല്ലോ. ഒരാളോടും പിരിച്ചതായിട്ട് അത് മുക്കിയെന്നും നക്കിയെന്നും ഒരുത്തനും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ആക്ഷേപം BJPയെ സംബന്ധിച്ചില്ല. കേന്ദ്ര സർക്കാർ ആവശ്യത്തിലധികം പണം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ കണക്കുകൾ വളരെ സുതാര്യമായിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ആ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ഞങ്ങൾ പോയി നോക്കുന്നത്, എന്താണ് അവിടെ നടക്കുന്നത്. ഈ ഫെബ്രുവരി മാസം 11 2025 ഫെബ്രുവരി മാസം 11 കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള സാസ്കി ഫണ്ടിൽ നിന്നാണ് ഈ റീഹാബിലിറ്റേഷൻ നടക്കുന്നത്. അല്ലാണ്ട് മറ്റേ പൈസ പിന്നെയും തൊട്ടിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ 111 കോടി രൂപ എൽസൺ എസ്റ്റേറ്റിലെ ആ റീഹാബിലിറ്റേഷന് വേണ്ടി മാത്രമുള്ള 111 കോടി രൂപയുണ്ട്. ഇനി അവർ മുൻപ് പറഞ്ഞിട്ടുള്ള നെടുമ്പാല എസ്റ്റേറ്റിലേക്ക് 87 കോടി ഉണ്ട്. നെടുമ്പാല എസ്റ്റേറ്റ് ഇല്ല ഇപ്പോൾ. ആ 87 കോടി കൂടി എടുക്കുമ്പോൾ 198 കോടി രൂപ ഇവർക്ക് ഇവിടെ ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ളത്. ഇത് തന്നെ മതി. ഇവരുടെ ഈ കയ്യിലുള്ള പണം അവർ അനക്കണ്ട. അല്ല, പ്രത്യേകിച്ച് ഇന്നലെ മന്ത്രി രാജൻ പറഞ്ഞു ഞങ്ങൾ വക മാറ്റി ചെലവാക്കത്തില്ലെന്നാണ് ഇന്നലെ വീണ്ടും പറഞ്ഞത്. കാര്യം അവരെ ഉള്ളിലുണ്ട്, ജനങ്ങൾക്കറിയാം. വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വക മാറ്റി ചെലവഴിക്കുന്നത് എന്തോ ജനങ്ങൾക്ക് സംശയമുണ്ടല്ലോ. അപ്പോൾ അത് ഒന്ന് ദുരൂഹീകരിക്കാൻ വേണ്ടി എല്ലാം നിങ്ങളെക്കുറിച്ച് ഇവരെക്കുറിച്ച് സംശയം തന്നെയാണെന്നേ. എല്ലാ കാര്യത്തിലും സംശയമാണ്. 2018 പ്രളയം വന്നപ്പോൾ നമ്മളിത് കണ്ടതാണ്, 2019 വന്നപ്പോൾ കണ്ടതാണ്. ഞങ്ങൾ പുത്തുമലക്കാർ ഇപ്പോഴും നമ്മളുടെ വിക്ടിംസ് നമ്മളുടെ മുന്നിൽ സാക്ഷികളായിട്ട് നിൽക്കുന്നുണ്ട്. ഇവരുടെ സ്ഥിതിവിശേഷം ഇത് തന്നെയാണ്. ഇപ്പോൾ 772 കോടി രൂപ കയ്യിൽ കിട്ടിയിട്ട് 1 വർഷമായി. ഈ 300 രൂപ വെച്ച് കൊടുക്കുന്നത് 2 ആൾക്കാണ് ഒരു കുടുംബത്തിൽ. അല്ല, അത് പലർക്കും 6 മാസവും 3 മാസവും ഒക്കെ കൊടുത്തിട്ടുള്ളൂ, പിന്നീട് കിട്ടിയിട്ടില്ല. അവർ അവിടുന്ന് മാറിപ്പോയിട്ട് വീണ്ടും അവർ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വീണ്ടും തിരിച്ചു വന്ന് താമസിക്കും. ഞാൻ ഇന്നലെയൊക്കെ അവരെ പോയി കണ്ടിരുന്നു. അതിന് പ്രക്ഷോഭങ്ങൾ നടത്തി എന്നിട്ടാണ് വീണ്ടും 2ാമത് കൊടുക്കാൻ. ഞാൻ പറഞ്ഞത് അവിടെയല്ല. ഒരു കുടുംബത്തിൽ 7, 8, 9 ഒക്കെ ആളുകളുണ്ടായിരുന്നു. അവരിൽ 2 പേർക്കാണ് ഇത് കൊടുക്കുന്നത്. ബാക്കിയുള്ളവരെ കുറിച്ച് ആരാ ചർച്ച ചെയ്യുന്നത്? ബാക്കിയുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കുറിച്ച് ആരാ ചർച്ച ചെയ്യുന്നത്? ഇവിടെ ഒരു സർവ്വകക്ഷി യോഗം പോലും ഈ കഴിഞ്ഞ 1 കൊല്ലമായിട്ട് വിളിച്ചിട്ടില്ല. ഈ മേപ്പാടി പഞ്ചായത്തിൽ ചില സർവ്വകക്ഷി യോഗങ്ങൾ നടന്നു എന്ന് ചോദിച്ചാൽ ഞാനടങ്ങുന്ന ഇതിനെ നിരന്തരം പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്ന, പല ആക്ഷേപങ്ങളും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന, പല വിഷയങ്ങളിലും കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഞാനടങ്ങുന്ന ജില്ലാ സംവിധാനത്തിൽ ഞങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ ഒക്കെ ടീമിൽപ്പെട്ട, ഇനി കോൺഗ്രസ് ആയിക്കോട്ടെ മറ്റേത് സംവിധാനം ആയിക്കോട്ടെ, ഞങ്ങൾ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ല, ഈ ചില നിർദ്ദേശം വെച്ചാൽ പോലും അവരത് അംഗീകരിക്കാറില്ല. ഒരിക്കലും അതുകൊണ്ട് അപ്പോൾ ചർച്ച പോലും അവർ ആഗ്രഹിക്കുന്നില്ല. ഏകാധിപത്യമായിട്ടാണ് അവർ ആ ഭരണം കൊണ്ടുപോകുന്നത്. ഒരു സംശയമില്ല. അത് നമ്മൾ ചോദിക്കുമല്ലോ, എങ്ങനെയാണ് നിങ്ങൾ 772 കോടി വിനിയോഗിക്കാൻ തീരുമാനിച്ചത്? മന്ത്രി പറഞ്ഞു പോയാൽ പോരല്ലോ. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ പൈസയാണ് നമ്മളടക്കം ചോദിക്കുമല്ലോ. അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർവ്വകക്ഷി യോഗങ്ങൾ നടക്കാത്തത്. മന്ത്രി സ്വയം അങ്ങനെ പ്രഖ്യാപിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും തീർച്ചയായിട്ടും BJP ജില്ലാ പ്രസിഡന്റ് നിലയിൽ ശക്തമായിട്ട് ഈ ഒരു കാര്യം ജനങ്ങൾക്ക് വേണ്ടി, എന്നുവെച്ചാൽ ആ വീട് സുരക്ഷിതമായിട്ട് നല്ല രീതിയിൽ നിർമ്മിച്ചു കൊടുക്കാൻ, അഴിമതിയില്ലാത്ത
നടത്താൻ വേണ്ടി താങ്കളുടെ പാർട്ടിയും താങ്കളുടെ ഭാഗത്തുനിന്ന് അത്ര ഒരു നടപടി ഉണ്ടാവും? ഒരു സംശയവുമില്ല. കേന്ദ്രത്തിൻ്റെ കൂടി ഫണ്ടായതുകൊണ്ടും ജനങ്ങളുടെ ഫണ്ടായതുകൊണ്ടും ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ നമ്മുടെ മുന്നിൽ ഇന്നലെ നമ്മൾ കണ്ടല്ലോ, അവരുടെ കണ്ണുനീരും കൈയൊക്കെ നമ്മൾ കണ്ടു. ഒരിക്കലും അവരെ നമുക്ക് പിന്നോട്ടടിക്കാൻ, അവരുടെ പുറകോട്ട് നിർത്താൻ നമ്മൾ സമ്മതിക്കില്ല. അവർക്ക് വേണ്ടി ജനങ്ങൾ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രകൃതി അവിടെ താമസിക്കാൻ തയ്യാറാകാത്തത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പണമായിട്ട് തന്നെ സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പണം അവർക്ക് കൊടുക്കുന്നത് വരെ ഞങ്ങൾ ഇവരോടൊപ്പം ഉണ്ടാകും. നന്ദി.